മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആഹാരം ഒരുക്കിയിരിക്കുന്നത്. ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക. നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ്. തീരാദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും ഊഴിയുമായിരിക്കും. ഭക്തിപൂർവം ആരെവിടെന്ന് വിളിച്ചാലും അവരോടുകൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന പ്രദേശം അന്ന് ഘോരമായ കാടായിരുന്നു. ഒരിക്കൽ ഒരു വേടൻ വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയി. ആ സമയം ഒരു സർപ്പം വേടന് നേരെ വരുന്നതായി അയാൾ കണ്ടു. അത് തന്നെ ദംശിക്കുമോ എന്ന് വേടന് ഭയമുണ്ടായി. അയാൾ തൻ്റെ മഴുകൊണ്ട് പാമ്പിനെ വെട്ടി. അത്ഭുതമെന്ന് പറയട്ടെ, അത് ചത്തില്ല. വെട്ടുകൊണ്ട പാമ്പ് തന്നെ ആക്രമിക്കുമെന്ന് അയാൾ ഭയപ്പെട്ടു. അതിനെ കൊല്ലാതെ സ്വസ്ഥമായി മടങ്ങാൻ കഴിയില്ലെന്ന വിശ്വാസം പാമ്പിനെ തിരയാൻ അയാളെ പ്രേരിപ്പിച്ചു. തിരയുന്നതിനിടയിൽ കുളക്കരയിലെ ചിതൽപുറ്റിനു മുകളിൽ സർപ്പത്തെ കണ്ടു. അയാൾ തൻ്റെ മഴുകൊണ്ട് സർപ്പത്തെ ലക്ഷ്യമാക്കി വെട്ടി. വെട്ടുകൊണ്ട് ചിതൽപുറ്റുടഞ്ഞു. അതിൽ നിന്നും ശക്തമായ ജലപ്രവാഹമുണ്ടായി. വേടന് ഭയവും അമ്പരപ്പും ഒന്നിച്ചുണ്ടായി. അപ്പോൾ ഒരു വൃദ്ധനായ സന്യാസി വേടന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതിനിടയിൽ വേടനെ കാണാതെ വേടത്തിയും മകനും വിഷമിച്ചിരിക്കുകയായിരുന്നു. അവളുടെ ചിന്ത ഇപ്രകാരമായിരുന്നു: ദേവിയമ്മേ, അദ്ദേഹം ഇന്നലെയും വന്നില്ല. കാട്ടിൽ എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചു? അവൾ മകനെയും കൂട്ടി വേടനെ അന്വേഷിച്ചിറങ്ങി. അവളും മകനും എത്തിയപ്പോൾ വൃദ്ധസന്യാസി വേടനോട് സംസാരിക്കുകയായിരുന്നു. വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കും. പുറ്റിനകത്ത് സാക്ഷാൽ ആദിപരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണ്. പുറ്റു പൊളിച്ചു നോക്കിയാൽ ജഗദീശ്വരിയുടെ ഒരു പ്രതിഷ്ഠ കാണാം. വൃദ്ധസന്യാസി വേടനെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ച ശേഷം അപ്രത്യക്ഷമായി. രാത്രി വേടത്തിയോടും മകനോടുമൊപ്പം കിടന്നുറങ്ങവേ വേടനെ ഒരു സ്വപ്നദർശനമുണ്ടായി. അന്നു മുതൽ അവിടെ സ്ഥിരതാമസമാക്കുവാൻ വേടനും കുടുംബവും തീരുമാനിക്കുകയായിരുന്നു. അവർ എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും കായ്കനികളും ശേഖരിക്കുകയും കായ്കനികൾ മൺകലത്തിൽ പാകം ചെയ്തുമാണ് കഴിഞ്ഞിരുന്നത്. ഒരു ദിവസം വിറകും കായ്കനികളും കൊണ്ട് സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലല്ലോ എന്ന വിഷമത്തിലായിരുന്നു അവർ. പാചകത്തിനായി മരച്ചുവട്ടിലെ അടുപ്പിനരികെ ചെന്നപ്പോൾ ആ കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. ഒപ്പം ഒരു അശരീരിയും മുഴങ്ങി: നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആഹാരം ഒരുക്കിയിരിക്കുന്നത്. ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക. നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ്. തീരാദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും. ഭക്തിപൂർവം ആരെവിടെന്ന് വിളിച്ചാലും അവരോടുകൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തുന്നത്. കാലം കടന്നുപോയി. വേടനും കുടുംബവും ആ പ്രദേശം വിട്ടുപോവുകയും ബ്രാഹ്മണർ അവിടെ താമസമാക്കുകയും ചെയ്തു. അതിൽ പ്രധാനിയായ പട്ടമനയില്ലത്തെ നമ്പൂതിരി ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ആ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. ഇന്ന് സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നു. 1981 നവീകരണത്തിന് ശേഷം അഷ്ടബാഹുക്കളോടുകൂടിയ ആദിപരാശക്തിയുടെ മൂർത്തിമത് രൂപമായ വനദുർഗയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ പ്രധാന ഭാവങ്ങളിൽ ദേവി ഇവിടെ ആരാധിക്കപ്പെടുന്നു. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് പൊങ്കാല ചടങ്ങ് നടക്കുന്നത്. അന്നേ ദിവസം സന്ധ്യയിൽ കാർത്തിക സ്തംഭം തെളിയിക്കൽ എന്നൊരു ചടങ്ങ് കൂടി നടത്തി വരുന്നു. ഈ ചടങ്ങ് ചക്കുളത്തുകാവിലെ മാത്രം പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട്: ഉച്ചദീപാരാധന.
മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ഇവിടെ പ്രധാനമാണ്. ഈ ദിവസം ദുർഗയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. വിളിച്ചു ചൊല്ലി പ്രാർത്ഥന എന്ന ചടങ്ങ് കൂടി നടത്തുന്നു. വിശേഷപ്പെട്ട മറ്റൊരു ചടങ്ങ് കൂടി ചക്കുളത്ത് കാവിലുണ്ട്. ആ ചടങ്ങിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പാർട്ട് 2 പറയാം.